ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ എൻ്റെ ചേട്ടൻ്റെ കല്യാണമാണ് നാളെ. കല്യാണം ഇവിടെ കാണിച്ചു തരാം. അതാണ് ഗൈസ് കല്യാണ വീട്. അതാണ് ഗൈസ് കല്യാണ വീട്. ഞാനേ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടൊന്നു പുത്തോട് വരെ പോയതാണ്. പക്ഷെ എനിക്ക് കുറേ സാധനങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചതൊന്നും നടന്നില്ല. കണ്ണിൽ ലെൻസ്, കയ്യിൽ ആർട്ടിഫിഷ്യൽ നെയിൽസ്, അതൊന്നും നടന്നില്ല. തിങ്കളാഴ്ച ആയപ്പോഴേ ഒരു ഫുഡ് പോയ്സൺ വന്നു. അപ്പം ഞാൻ മൊത്തത്തിൽ എൻ്റെ മൂഡ് പോയി. അപ്പോൾ അന്ന് ആലോചിക്കുക, ഞായറാഴ്ചത്തെ കല്യാണത്തിന് വെള്ളിയാഴ്ചയാണ് ഞാനൊരു സാരി നോക്കാൻ വേണ്ടി തന്നെ പോണത്. ഭാഗ്യത്തിന് പോത്തീസിന്നൊരു സാരി എനിക്ക് കിട്ടി. ഇപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ് ഗൈസ്. ഒരു 12 മണി ആറായിട്ടുണ്ട്. ഇതുവരെ എൻ്റെ ബ്ലൗസ് വെട്ടിയിട്ട് പോലും ഇല്ല. അതെനിക്ക് അമ്മച്ച് തയ്ച്ചു തരും എന്തായാലും. സോ അതിന് വീട്ടിൽ ചെന്നിട്ട് നോക്കണം. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കംപ്ലീറ്റ് കൂടും പോയി. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, ഒന്നിനും എനിക്ക് സമയം കിട്ടിയില്ല. ഞാൻ വെൽ പ്ലാൻ ചെയ്തതാണ് ഈ ഒരാഴ്ച എങ്ങനെ സ്പെൻഡ് ചെയ്യണം, എവിടെ പോയി എന്തൊക്കെ മേടിക്കണം, എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചതാണ്. ആ ഫുഡ് പോയ്സൺ അടിച്ചപ്പോൾ ഒന്ന് ഞാൻ ക്ഷീണിച്ച്, എൻ്റെ എല്ലാം മൂടും പോയി. ഞാൻ ലെൻസൊക്കെ എന്തുമാത്രം പ്ലാൻ ചെയ്താന്നറിയാവോ, പക്ഷേ ഒന്നും നടന്നില്ല. സോ ഇന്നത്തെ കൂടുതൽ വിശേഷം കാണിക്കുന്നതിന് മുന്നേ ഇന്നലത്തെ എൻ്റെ പർച്ചേസിൻ്റെ കുറച്ച് ക്ലിപ്സ് ഉണ്ട്. അപ്പം നിങ്ങൾ അതാദ്യം ഒന്ന് കണ്ടിട്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, കല്യാണത്തിൻ്റെ തലേദിവസം എല്ലാ റിലേറ്റീവ്സും നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ. ഇപ്പോൾ തേങ്ങ വറുക്കുവാണ് ഈ കാണുന്നത്. എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ, എല്ലാ ക്രിസ്ത്യൻസിൻ്റെ എങ്ങനെയാണോന്ന് എനിക്കറിയത്തില്ല, ലാറ്റിൻ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ച് തലേ ദിവസത്തെ മെയിൻ ആയിട്ടുള്ള ഒരു കറിയുണ്ട്. അത് പോട്ടിക്കറിയാണ് ഗൈസ്. അപ്പം ഇങ്ങനെ തേങ്ങ വറുത്തരച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും നമ്മുടെ പോട്ടി എത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ പോട്ടി കഴുകി വൃത്തിയാക്കുവാണ് ഈ കാണുന്നത്. പോട്ടിയും കായും കൂടി ചേർത്താണ് കറി വെക്കണത്. ഇത് ക്രിസ്ത്യൻസിന്റെ തലേ ദിവസത്തെ മെയിൻ ഒരു കറിയാണ്. ഹലോ പറഞ്ഞേ, ഹലോ പറഞ്ഞേ, ഹലോ പറ. യൂട്യൂബിൽ ഒരു ഹലോ പറ. ഹലോ ഗൈസ്. ഹലോ ഗൈസ്. നാളെയാണ് ഗൈസ് കല്യാണം. അപ്പം ഇന്ന് ഉച്ച ആയപ്പോഴേക്കും ബ്ലൗസ് ഏത് മോഡലിൽ തയ്ക്കണം എന്നുള്ള ഒരു ഇതാണ്. സ്ലീവ്ലെസ്സും സ്ക്വയർ നെക്കും ഞാൻ കൺഫേം ചെയ്ത് വെച്ചിരിക്കുവാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് പിൻട്രസ്റ്റിൽ നിന്ന് കുറച്ച് റെഫറൻസ് എടുത്തിട്ട് അമ്മച്ചിനെ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫൈനലി എൻ്റെ ബ്ലൗസ് വെട്ടാൻ തുടങ്ങി. സ്ലീവ്ലെസ്സൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തയ്ച്ചു തരും. ഉച്ച ആയപ്പോഴേക്കും നമ്മുടെ പോട്ടിക്കറിയൊക്കെ റെഡി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ഊണ് കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും ഗൈസ്, ഇതെനിക്ക് കണ്ടപ്പോൾ എന്താ ഓർമ്മ വന്നതെന്നറിയാമോ? പണ്ട് എൻ്റെ കുഞ്ഞിലെ സമയത്ത് കല്യാണ വീട്ടിൽ തലേദിവസത്തെ പരിപാടിക്ക് പോകുമ്പോഴേക്കും കൊടുക്കുന്ന സ്നാക്സ് ആണ്. ഇങ്ങനെ ഒരു ചെറിയ പ്ലേറ്റിൽ ഇതേപോലത്തെ കുറച്ച് ഹോം മെയ്ഡ് ആയിട്ടുള്ള കുറച്ച് സ്നാക്സ് വെച്ച് തരും. ഇതിനകത്ത് ഈ അവലോസ് ഉണ്ടൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഈവനിങ് ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ രാത്രിയിലേക്കുള്ള മധുരവെപ്പിൻ്റെ ഒരുക്കങ്ങളിലേക്കായി. അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ബാക്ക് ഡ്രോപ്പൊക്കെ ചുമ്മാ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ജസ്റ്റ് ചെറിയ പരിപാടിയാണ്. ആൻറ്റിയുടെ ഒരു സാരി എടുത്ത് നമ്മൾ ചുമ്മാ ബാക്ക് ഡ്രോപ്പൊക്കെ സെറ്റ് ചെയ്തു. അതിനപ്പോഴേക്കും വൈകുന്നേരം 7 മണിക്കായിരുന്നു മധുരവെപ്പ്. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് സ്തുതി കൊടുക്കും. എല്ലാവർക്കും സ്തുതി കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ മധുരവെപ്പിലേക്ക് കടക്കും. ഇതാണ് മധുരവെപ്പിന് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ. ആൻഡ് ഇതാണ് ഗൈസ് എൻ്റെ ഗെറ്റപ്പ്. ഞാൻ ഇന്നൊരു ചുരിദാർ സെറ്റാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ ആ ചെക്കന് പരനപ്പനും പരനമ്മയും കൂടി നമ്മുടെ സ്റ്റേജിലേക്ക് കൊണ്ടുവരും. അങ്ങനെ അവരവിടെ ഇരുത്തിയതിന് ശേഷം ഇങ്ങനെ ചെറിയ പ്രാർത്ഥന എന്തോ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കുരിശ് വരക്കും. ചെക്കൻ കുരിശ് വരച്ച് കഴിഞ്ഞിട്ട് പരനപ്പനും പരനമ്മയും കൂടി ചെക്കന് മധുരം കൊടുക്കട്ടെ എന്ന് ചോദിക്കും.
ഒന്നുകൂടി. ഇപ്പോഴും എനിക്കറിയാൻ പാടില്ല അതിന്റെ പുറകിലത്തെ ഹിസ്റ്ററി എന്താന്നുള്ളത്. അതായത് 3 വട്ടം ചോദിക്കണം എന്നുള്ളതാണ്. ആദ്യത്തെ വട്ടം ചോദിക്കുമ്പോൾ ഞങ്ങൾ പറയും കേൾക്കുന്നില്ല എന്ന് പറയും. രണ്ടാമത്തെ വട്ടവും ചോദിക്കും ചെക്കന് മധുരം കൊടുക്കട്ടെ, അപ്പം ഞങ്ങൾ പറയും കേൾക്കുന്നില്ല. മൂന്നാമത്തെ വട്ടം ചോദിക്കും കൊടുത്തോ 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 എന്ന് പറയും. അതെന്താണെന്ന് എനിക്കിപ്പോഴും അറിയാൻ പാടില്ല. ഇങ്ങനെ 3 വട്ടം ചോദിക്കും, മൂന്നാമത്തെ വട്ടം കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ചെറുക്കൻ്റെ കൈയൊക്കെ നമ്മൾ ഇതേപോലെ കഴുകിച്ചിട്ട് 3 വട്ടം മധുരം എടുക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ചേട്ടന് മധുരം കൊടുക്കും. എല്ലാവരും എന്താ പറയുക, ചേട്ടൻ്റെ വല്യപ്പച്ചന്മാരും വല്യമ്മച്ചിമാരും അങ്കിൾമാരും ആൻറ്റിമാരും ഈവൻ ഞാൻ വരെ ചേട്ടന് മധുരം കൊടുത്തു. അങ്ങനെ നമ്മളെല്ലാവരും മധുരം കൊടുത്ത് കഴിഞ്ഞിട്ട് ഇന്നത്തെ നമ്മുടെ ഈ പരിപാടിക്ക് ഒരു വിശിഷ്ട അതിഥി ഉണ്ടായിരുന്നു. ഞങ്ങൾ അരൂർ മണ്ഡലമാണ്. അപ്പം നമ്മുടെ അരൂർ മണ്ഡലത്തിൻ്റെ MLAയും നമ്മുടെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കറുമായ അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ വന്നിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ അപ്പനും പിന്നെ നമ്മുടെ ഈ ചെക്കൻ്റെ അപ്പനും രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന 2 പേരാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ബന്ധത്തിൻ്റെ പുറത്ത് നമ്മളെ കാണാൻ വന്നതായിരുന്നു. സോ ഇന്നത്തെ പരിപാടികളൊക്കെ ഇത്രയായിരുന്നു. രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനൊരു 12 മണിയൊക്കെ ആയപ്പോഴും കിടന്നുറങ്ങി. ഇപ്പോൾ ഗൈസ് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി നാളെയാണ് ഗൈസ് നമ്മൾ പൊളിക്കാൻ പോണത്. നാളെ ചേട്ടൻ്റെ കല്യാണമാണ്. അത് എന്നെ സംബന്ധിച്ചൊരു സ്പെഷ്യൽ വെഡ്ഡിങ് ആണ്. കാരണം എന്ന് വെച്ചാൽ അപ്പൻ്റെ ഫാമിലി എടുത്ത് നോക്കുകയാണെങ്കിലും അമ്മച്ചിയുടെ ഫാമിലി എടുത്ത് നോക്കുകയാണെങ്കിലും ഇനി എനിക്ക് മേലെ കെട്ടാനായിട്ട് ചേട്ടനോ ചേച്ചിയോ ആരുമില്ല. അപ്പം നമുക്ക് നാളത്തെ വിശേഷങ്ങൾ കാണാം. ഓക്കെ, നാളെ നമുക്ക് അടിച്ചു പൊളിക്കാം ഗൈസ്.